ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലത്തെ നത്തിങ് ട്വൈസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് 2 യൂണിറ്റുകളായിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റും അതുപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റും. ഫസ്റ്റ് യൂണിറ്റിലത്തെ ഒരു പോയുണ്ട്, 2 സ്റ്റോറി. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ നമുക്കുള്ളതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 2 സ്റ്റോറി ഉണ്ട്, പിന്നെ ഒരു പോയുണ്ട്. അപ്പോൾ നമുക്ക് അതിലത്തെ രണ്ടാമത്തെ യൂണിറ്റിലത്തെ പോയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പകുതി വരെയൊക്കെയാണ് നമുക്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പകുതി വരെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ സെപ്റ്റംബർ അവസാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതലും നത്തിങ് ട്വൈസ് എന്നുള്ള ആ ഒരു പോയം നമ്മൾ തറവായിരിക്കണം. കാരണം അതിൽ നിന്നാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് സാധാരണ ചോദിക്കാറ്. അപ്പോൾ നമുക്ക് അപ്രിസിയേഷൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോയത്തിൽ നിന്ന് തന്നെ റൈമിങ് വേർഡ്സ്, റൈമിങ് സ്കീം, പിന്നെ ഒരു 4 ലൈൻ തന്നിട്ട് ആ ലൈനിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. ഒരു പോയം ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ നത്തിങ് ട്വൈസ് എന്നുള്ള ആ പോയത്തിൻ്റെ അപ്രിസിയേഷനാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇതറിഞ്ഞിരുന്നാൽ തന്നെ ഇതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നത്തിങ് ട്വൈസ് ഇത് എഴുതിയിരിക്കുന്നത് വിസ്ലാവ സിംബോർസ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയറ്റാണ് നമ്മുടെ നത്തിങ് ട്വൈസ് എന്നുള്ള പോയം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നത്തിങ് ട്വൈസ് ബൈ വിസ്ലാവ സിംബോർസ്ക ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം. അതായത് നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വിസ്ലാവ സിംബോർസ്കയുടെ ഈ പറഞ്ഞ പോയം എന്ന് പറഞ്ഞിരിക്കുന്നത് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. എന്താ തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയിൽ ആഴ്ത്തുന്ന ഒരു പോയാണ്, ഒരു കവിതയാണ് ഇതെന്ന് പറയുന്നത് നത്തിങ് ട്വൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡെൽസ്ഡ് ഇൻ ടു യുണൈറ്റ്നെസ് ആൻഡ് ഇർറിപ്ലേസബിൾ നേച്ചർ ഓഫ് ലൈഫ്. അതായത് ഇറ്റ് ഡെൽസ് ഇൻ ടു, അത് ആഴത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത് എന്തിനെയാണെന്നാണ് പറയുന്നത്, യുണൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, വ്യത്യസ്തത, ആൻഡ് ദ ഇർറിപ്ലേസബിൾ നേച്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ റീപ്ലേസബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതിനെയാണ് റീപ്ലേസബിൾ ആണെന്ന് പറയുന്നത്. ഇർറിപ്ലേസബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത, ഇപ്പോൾ ഒരു സങ്കടം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരം നമുക്ക് മറ്റേ ഒരു സൂര്യയുടെ ഒരു ഫിലിം പോലെ നമുക്ക് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സങ്കടം മാറ്റിയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇർറിപ്ലേസബിൾ ആണ്, അതായത് മാറ്റി വെക്കാൻ പറ്റാത്തതാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല, പിന്നെ അതിന് സൊല്യൂഷനാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, ആ ഒരു സംഭവം നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇർറിപ്ലേസബിൾ ആയിട്ടുള്ള ലൈഫിൻ്റെ നെയ്ച്ചറിനെ കുറിച്ചും, നെയ്ച്ചർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതമാണ്, അപ്പോൾ ലൈഫിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഒരു പ്രകൃതത്തെക്കുറിച്ചും അതുപോലെ തന്നെ വ്യത്യസ്തതയെയും കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. വി കനോട്ട് റീഡു ഓർ പ്രാക്ടീസ് ലൈഫ്. അതായത് ഈ ലൈനിൽ ഉദ്ദേശിക്കുന്നത് വി ക്യാനോട്ട് റീഡു, അതായത് നമുക്ക് വീണ്ടും അത് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ പ്രാക്ടീസ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് അൺഫോൾഡ്സ് ഓൺലി വൺസ്, അത് അൺഫോൾഡ് ചെയ്യുന്നത്, ആ ഒരു ചുരുൾ അഴിയപ്പെടുന്നത്, ലൈഫിൻ്റെ ആ ഒരു ചുരുൾ അഴിയപ്പെടുന്നത് ആകെ ഒരൊറ്റ ടൈമിലാണ്. അതായത് 9ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. ഈ പഠിക്കുമ്പോൾ ഈ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ടേം എക്സാം എഴുതാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ അല്ലേ. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രണ്ടാമതൊരു എക്സാം എഴുതാന്നുണ്ടെങ്കിൽ ഇതേ സാഹചര്യം തന്നെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഒരു തവണ മാത്രമേ ഒരു സംഭവം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അതെന്ന് പറയുന്നത് നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ലൈഫിലൂടെ പറയുന്നത്. അപ്പോൾ വി കനോട്ട് റീഡു ഓർ പ്രാക്ടീസ് ലൈഫ്. ഈ പറഞ്ഞ ലൈഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഡാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന ദിവസം ഡാൻസ് ഉണ്ട്, സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ ലൈഫിലത്തെ അല്ലെങ്കിൽ ജീവിതത്തിലത്തെ ഓരോ മൊമെൻറ്റ്സും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അത് ചുരുളഴിയപ്പെടുന്നത്, ഇറ്റ് അൺഫോൾഡ് ചെയ്യാൻ ചുരുളഴിയപ്പെടുക ഓൺലി വൺസ്, ഒരു തവണ മാത്രമേ അത് ചുരുളഴിയപ്പെടൂ. അടുത്ത പോയിന്റ് നോക്കാം. Through concise and evocative language, Szymborska challenges the readers to reflect on the uncertainty and unpredictability of life. Through concise and evocative language, അത് ഭയങ്കര കൺസൈസ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ ഒരു ഭാഷയിലൂടെ, ഇവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലൂടെ നമ്മുടെ സിംബോർസ്ക എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ചലഞ്ച് ചെയ്യുകയാണ്. എന്താണ് ചലഞ്ച് ചെയ്യുന്നത്? ദ റീഡേഴ്സ്. ആരെയാണ് ചലഞ്ച് ചെയ്യുന്നത്? റീഡേഴ്സിനെ ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു.
ടു റിഫ്ലക്റ്റ് ഓൺ ദ അൺസർട്ടിനിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന അൺസർട്ടിനിറ്റി, അതായത് അനിശ്ചിതാവസ്ഥ, അൺപ്രഡിക്റ്റബിലിറ്റി, അതായത് പ്രവചനാതീതമായിട്ടുള്ള, നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത, അതിനാണ് അൺപ്രഡിക്റ്റബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈഫിനെ അല്ലെങ്കിൽ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് നാളെ വരിക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു അൺസർട്ടിനിറ്റിയാണ് നമുക്കുണ്ടാവുക, ഒരു അനിശ്ചിതാവസ്ഥയാണ്. ഇങ്ങനെ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞു എന്ന് വരില്ല. നമ്മളിങ്ങനെ ഉദ്ദേശിക്കുകയാണ് നമ്മൾ നാളെ നല്ല അസലായിട്ട് പോയിട്ട് നല്ല എക്സാമൊക്കെ നന്നായിട്ട് എഴുതും, അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, അത് വേണം എന്നുള്ളതാണ്. പക്ഷേ കറക്റ്റ് നമ്മൾ അങ്ങനെ തന്നെ പോവോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതായത് ഇപ്പം നമുക്ക് നാളെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ്, ഇന്ന് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്താണ് നമ്മൾ നാളെ പോയിട്ട് നല്ല എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുന്നു, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എഴുതുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ കോൺഫിഡൻസ് പറയുന്നത്. നാളെ നമ്മൾ അടിപൊളിയായിട്ട് എഴുതുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഇടയിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, ചില പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടത് വരും. ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പം നാളെ രാവിലെ പോകുമ്പോഴായിരിക്കും ബസ് നന്നായിട്ട് നേരം വഴിയുണ്ടാവുക, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന, നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് നമ്മൾ എന്തായാലും അത് എഴുതിയിട്ട് എന്തായാലും വന്നിരിക്കും, നല്ല വിജയത്തോടു കൂടി, നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ നമ്മൾ എഴുതിയിട്ട് വന്നിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും, കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും അതെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക, അൺപ്രഡിക്റ്റബിൾ ആണ്. നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊരു ഉദ്ദേശമില്ല. നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, പക്ഷേ അത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയെക്കുറിച്ചും അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥയെക്കുറിച്ചുമാണ് റീഡേഴ്സിനെ ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിലെ ആ ഒരു പ്രതിപതനം നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആ ഒരു ചലഞ്ചാണ് സിംബോസ്ക റീഡേഴ്സിനോട് ചെയ്യുന്നത്. ദ പോയം ഓപ്പൺസ് വിത്ത് ദ സ്ട്രൈക്കിംഗ് അസേർഷൻ ദാറ്റ് നത്തിങ് ക്യാൻ ever happen twice. The poem opens with the striking assertion. ഒരു പ്രസ്താവനയോട് കൂടിയിട്ടാണ്, ഒരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ശ്രദ്ധ ആർജിക്കുന്ന ഒരു അസേർഷൻ, ഒരു പ്രസ്താവനയോട് കൂടിയിട്ടാണ് നമ്മുടെ പോയം ഓപ്പൺ ചെയ്യുന്നത്, പോയം തുടങ്ങുന്നത്. എന്താണ് ആ അസേർഷൻ എന്ന് പറയുന്നത്? നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഒന്നും തന്നെ എവർ ഹാപ്പൻ ട്വൈസ്. ട്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? രണ്ടാമത്. അപ്പോൾ നത്തിങ്, ഒന്നും, ക്യാൻ, കഴിയും, എവർ ഹാപ്പൻ ട്വൈസ്, അതായത് നത്തിങ്, ഒന്നും തന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ള അവസരമില്ല. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, രണ്ടാമതൊരു ഊഴമായിട്ട് നമുക്ക് വന്നു എന്ന് വരില്ല. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള മീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തോറ്റു എക്സാമിന്, അപ്പം അടുത്ത എക്സാമിലേക്ക് ജയിക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഭയങ്കര സുഖത്തിൽ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, നല്ല പഠിക്കാനുള്ള നല്ല അന്തരീക്ഷത്തിലൂടെയൊക്കെ ആയിരിക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ, സ്കൂളിലുണ്ടാകുന്ന സിറ്റുവേഷൻ, അതൊക്കെ ഭയങ്കര എന്താ സ്മൂത്തായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് നമ്മൾ എഴുതുന്നത്. പക്ഷേ രണ്ടാമത് നമുക്കൊരു എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതേ സാഹചര്യം തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു വേർതിരിവാണ്. അല്ലെങ്കിൽ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന അതേ സാഹചര്യത്തിലല്ല നമുക്ക് എഴുതാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നും തന്നെ ഒരേതാണ്, സെയിം അല്ലെങ്കിൽ രണ്ട് തവണ ഒരു കാര്യം തന്നെ വീണ്ടും നടക്കണമെന്നില്ല. ദിസ് സിമ്പിൾ യെറ്റ് പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സെർവ്സ് ആസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്തായിട്ട് സെർവ് ചെയ്യുന്നത്? ദ സെൻട്രൽ തീം ഓഫ് ദ പോയം. പോയത്തിൻ്റെ അല്ലെങ്കിൽ കവിതയുടെ സെൻട്രൽ തീമായിട്ട്, കേന്ദ്ര തീം അല്ലെങ്കിൽ കേന്ദ്ര ആശയമായിട്ട് വരുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് എവ്രി മൊമെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഇസ് യുണൈക്ക്. അത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് എവ്രി മൊമെൻറ്റ്, ഓരോ നിമിഷവും, ആൻഡ് എക്സ്പീരിയൻസ് ഈസ് യുണൈക്ക്. ഓരോ നിമിഷവും അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങളും ഇറ്റ് ഈസ് യുണൈക്ക് ആൻഡ് അൺറിപ്പീറ്റബിൾ. അതെന്ന് പറയുന്നത് യുണൈക്കാണ്, വ്യത്യസ്തമാണ്. അൺറിപ്പീറ്റബിൾ, വീണ്ടും ആവർത്തിച്ച് വരുന്നതല്ല എന്നാണ് പറയുന്നത്. Szymborska emphasizes the transient nature of time and the impossibility of recreating past events. Szymborska പറയുന്നത് എന്താണ്? The transient nature of the time. ടൈമിൻ്റെ, അതല്ലാന്നുണ്ടെങ്കിൽ സമയത്തിൻ്റെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതവും, അതുപോലെ തന്നെ ഇമ്പോസിബിലിറ്റി ഓഫ് റീക്രിയേറ്റിംഗ് പാസ്റ്റ് ഇവൻറ്റ്സ്, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള
ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാണ് നിർത്തി? ഇമ്പോസിബിലിറ്റി ഓഫ് റീക്രിയേറ്റിംഗ് പാസ്റ്റ് ഇവൻറ്റ്സ് എന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഭൂതകാലത്തിലുണ്ടായിട്ടുള്ള ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ, വീണ്ടും അത് ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു ഇമ്പോസിബിലിറ്റി, അതായത് സാധ്യതയുടെ കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈമിൻ്റെ ആ ഒരു പ്രകൃതം, ട്രാൻസിയൻ്റ് ആയിട്ടുള്ള പ്രകൃതം, അതായത് ട്രാൻസിയൻ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ട്രാൻസിയൻ്റ് ആയിട്ടുള്ള, അതായത് ട്രാൻസിയൻ്റ് മീൻസ് കഴിഞ്ഞു പോകുന്ന, പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒരു പ്രകൃതം. അതുപോലെ തന്നെ പാസ്റ്റ് ഇവൻറ്റ്സ് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഇമ്പോസിബിലിറ്റി, ഇതെല്ലാത്തിനെയാണ് നമ്മുടെ സിംബോസ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കവയിത്രി എന്ത് ചെയ്യുന്നത്? ഈ കവിതയിലൂടെ വിശദീകരിക്കേണ്ടത്. ഇറ്റ് ഏർജിങ് ദ റീഡേഴ്സ് ടു ചെറിഷ് ഈച്ച് മൊമെൻറ്റ്. അപ്പോൾ ഓരോ മൊമെൻറ്റിനെയും, അപ്പോൾ ഇത് ഏർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പറയുന്നത്, ഇതിലൂടെ എന്താ മനസ്സിലാവുന്നത്? റീഡേഴ്സിനെ ഓരോ മൊമെൻറ്റും നമ്മൾ ചെറിഷ് ചെയ്ത് ഭയങ്കര ഇതായിട്ട് നമ്മൾ ജീവിക്കണം, ഓരോ മൊമെൻറ്റും നമ്മൾ ചെറിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് സീസ് ഓപ്പർച്യൂണിറ്റി ബിഫോർ ദേ വാനിഷ് ഫോർ എവർ. ആൻഡ് സീസ് ദ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ. നമുക്ക് പലപ്പോഴും അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് പോലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മടി കൊണ്ടായിരിക്കാം, നമ്മുടെ ഈഗോ കൊണ്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, ഞാൻ പഠിപ്പിയാന്ന് വിചാരിക്കുമോ, അതല്ല ഞാൻ ഭയങ്കര അങ്ങനെയാണെന്ന് വിചാരിക്കും, ഇനി എങ്ങാനും പൊട്ടിപ്പോയി എന്താ സംഭവിക്കുക. അപ്പോൾ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനും നമ്മൾ തട്ടിക്കളയാറുണ്ട്. പക്ഷേ സിംബോസ്ക പറയുന്നത് സീസ് ദ ഓപ്പർച്യൂണിറ്റീസ്. ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പിടിച്ചു വയ്ക്കണം, സീസ് ചെയ്യണം. ബിഫോർ ദേ വാനിഷ് ഫോർ എവർ. അതായത് ഫോർ എവർ എന്ന് പറയുമ്പോൾ എന്നേക്കുമായി അത് വാനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുക, മാഞ്ഞു പോവുക. അപ്പോൾ ബിഫോർ ദേ വാനിഷ് ഫോർ എവർ, എന്നേക്കുമായി അത് മാഞ്ഞു പോകുന്നതിന് മുമ്പ്, ബിഫോർ എന്ന് പറയുമ്പോൾ മുമ്പ് എന്താണ്? സീസ് ദ ഓപ്പർച്യൂണിറ്റീസ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ സീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കണം, ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, സീസ് ചെയ്യുക, അതായത് നമ്മൾ പിടിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളോടായിരിക്കും പറയാം, പാട്ട് പാടാൻ അസംബ്ലിയിലൊന്ന് പാട്ട് പാടുമോ, അതല്ലാതെ അസംബ്ലിയിലൊരു പ്രസംഗം പറയുമോ? ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റേജ് ഫിയറെങ്കിലും മാറ്റാനായിട്ട് അത് നമുക്ക് ഉപകരിച്ചു എന്ന് വരും. അപ്പം അതാണ്, ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സീസ് ചെയ്യണം. അത് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്യണം എന്നാണ് സിംബോസ്ക പറയേണ്ടത്. കാരണം നത്തിങ് ഹാപ്പൻ ട്വൈസ്, ഒന്നും രണ്ടാമത് അതേ സാഹചര്യത്തിൽ തന്നെ നടന്നു എന്ന് വരില്ല. As the poem unfolds, Simboska presents the idea that each moment is irreplaceable, much like a once-in-a-lifetime opportunity. എന്താണ് പറയേണ്ടത്? ആസ് ദ പോയം അൺഫോൾഡ്, ഈ പറഞ്ഞ പോയം അല്ലെങ്കിൽ ഈ പറഞ്ഞ കവിത അൺഫോൾഡ് ചെയ്യുമ്പോൾ, ചുരുളഴിക്കുമ്പോൾ, സിംബോസ്ക പ്രസൻസ് ദ ഐഡിയ, സിംബോസ്ക പ്രസൻറ്റ് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ സിംബോസ്ക അവതരിപ്പിക്കുന്നത് ദ ഐഡിയ, ഒരു ഐഡിയ പറയുന്നുണ്ട്. എന്താ? ദറ്റ് ഈച്ച് മൊമെൻറ്റ് ഈസ് ഇർറിപ്ലേസബിൾ. മൊമെൻറ്റും ഓരോ നിമിഷവും ഇറ്റ് ഈസ് ഇർറിപ്ലേസബിൾ ആണ്. അതായത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. റിപ്ലേസബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത് തിരുത്താനായിട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ. നമ്മുടെ സൂര്യയുടെ ആ മൂവിയിലൊക്കെ പറയുന്ന പോലെ ടൈം, ആ ഒരു വാച്ച് ഭയങ്കര നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത്ര മിനിറ്റ് മുന്നേ ആക്കി വെച്ച് നമുക്കത് തിരുത്താൻ പോകാനായിട്ട് പറ്റുമോ? ഇല്ല. അത് സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമുക്കത് റിയൽ ലൈഫിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതാണ് റീപ്ലേസബിൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കാര്യത്തെ നമുക്ക് ശരിയാക്കി എടുക്കാം, പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് റീപ്ലേസബിൾ ആണോ? ഇപ്പോൾ ഒരു പാത്രം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റിയിട്ട് വേറെ പാത്രം വയ്ക്കുക, ദറ്റ്സ് ഓക്കെ. അപ്പോൾ അത് റീപ്ലേസബിൾ ആണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ റീപ്ലേസബിൾ ആണോ? അല്ല. അതാണ് ഇർറിപ്ലേസബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ മൊമെൻറ്റും ഇർറിപ്ലേസബിൾ ആണ് എന്നാണ് നമ്മുടെ പോയം അൺഫോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചുരുളഴിക്കുമ്പോൾ തന്നെ സിംബോസ്ക പറയേണ്ടത്. മച്ച് ലൈക്ക് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈഫ് ടൈമിലെ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദ പോയം, അടുത്ത പോയിന്റ് നോക്കാം. ദ പോയം ബിക്കംസ് എ റിമൈൻഡർ ഓഫ് ദ ഇനെവിറ്റബിലിറ്റി ഓഫ് റിഗ്രറ്റ്, ഡിക്ലെയറിംഗ് ദാറ്റ് ദ ഹവർ ഗോൺ ബൈ വിൽ നോട്ട് ബി റിപ്പീറ്റഡ്. അതായത് ദ പോയം ബിക്കംസ് എ റിമൈൻഡർ, അതായത് പോയം എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ കവിത എന്ന് പറയേണ്ടത് ഒരു റിമൈൻഡറാണ്, ഒരു അലാം പോലെയാണ്, ഒരു റിമൈൻഡറാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ് ഓഫ് ദ ഇനെവിറ്റബിലിറ്റി ഓഫ് റിഗ്രറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു,
സോ അതിനെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കുന്നതിൻ്റെ ഇനവിറ്റബിലിറ്റി അല്ലെങ്കിൽ ആവശ്യകത. ഡിക്ലെയറിങ് ദാറ്റ് ദ ഹവർ, ഡിക്ലെയറിങ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക. എന്താണ് പ്രഖ്യാപിക്കുന്നത്? ദ ഹവർ ഗോൺ ബി ബൈ വിൽ നോട്ട് ബി റിപ്പീറ്റഡ്. എന്താണ് പറയുന്നത്? ദ ഹവർ ഗോൺ, കഴിഞ്ഞു പോയ ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ബൈ വിൽ നോട്ട് ബി റിപ്പീറ്റഡ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്ന, പശ്ചാത്തപിക്കുന്നതിൻ്റെ ആ ഒരു ഇനവറ്റബിലിറ്റി, ആവശ്യകതയെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ എക്സാമിന് അത്യാവശ്യം കളിച്ച് നിളിച്ച് നടന്നു, ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു, പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ കളിച്ച് തിരിച്ച് അവസാനം എക്സാം ഹാളിലിരിക്കുമ്പോൾ നമുക്ക് തോന്നണം ഇന്നലെ മര്യാദയ്ക്കിരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു, അപ്പോൾ നമ്മളെന്താ പറയുക, ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ അരമണിക്കൂർ, ഞാൻ ടി വി കണ്ട് നടന്ന ആ ഒരു അരമണിക്കൂർ, ഞാൻ വെറുതെ മടി പിടിച്ച് സംസാരിച്ചിരുന്ന അരമണിക്കൂർ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്യും, നമ്മൾ പശ്ചാത്തപിക്കും. ചിലർക്കെങ്കിലും അവർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പം അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുകയാണ്, മോളിൽ നീ പോയിട്ടൊന്ന് ആ ഒരു എന്താ പറയുക ക്വിസിലൊന്ന് പങ്കെടുക്ക് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മിസ്സേ വേണ്ട എന്ന് ബാക്കിയുള്ളവരിപ്പോൾ എന്താ വിചാരിക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വേറൊരാൾ പോയി അതിൽ ജയിച്ച് ഈസി ആയിട്ട്, നമ്മളെക്കാളും ഒന്നും അറിയാത്ത ഒരാൾ പോയിട്ട് ഈസി ആയിട്ട് ജയിച്ചിട്ട് വന്നാൽ മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ആ ഒരു റിഗ്രറ്റിങ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നതിൻ്റെ ഇന്നോവേറ്റബിലിറ്റി, ആവശ്യകതയെക്കുറിച്ച് ഇവിടെ ഓർമ്മിക്കുന്നുണ്ട്. ഏത് ലൈനിലൂടെയാണ് അത് പറയേണ്ടത്? ഡിക്ലെയറിങ് ദാറ്റ്, അതായത് ഈ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു കാര്യം നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട് ഏത് ലൈനിലൂടെ? ദ ഹവർ ഗോൺ, മണിക്കൂർ പോയി കഴിഞ്ഞിരിക്കുന്നു, ബൈ വിൽ നോട്ട് ബി റിപ്പീറ്റഡ്, അതൊരിക്കലും ഇനി ആവർത്തിക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ലൈനിലൂടെയാണ് ഈ ഒരു ആശയം പറയേണ്ടത്. ദിസ് റിയലൈസേഷൻ അണ്ടർസ്കോർസ് ദ പോയംസ് ഓവർ റീച്ച്, സോറി അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഓവർ റീച്ചിങ് എന്നുള്ളതാണ്. ഓവർ കഴിഞ്ഞിട്ട് REACHING അതാണ് വരുന്നത്. ഓവർ റീച്ചിങ് മെസ്സേജ് അബൌട്ട് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം. ദിസ് റിയലൈസേഷൻ, അതായത് ഈ പറഞ്ഞ റിയലൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു തിരിച്ചറിവ്, അണ്ടർസ്കോർസ് ദ പോയംസ് ഓവർ റീച്ചിങ് മെസ്സേജ്, അതായത് ഇതെന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർസ്കോർ ചെയ്യുന്നുണ്ട്, അടിവരയിടുന്നു ദ പോയംസ്, ആ കവിതയുടെ ഓവർ റീച്ചിങ് മെസ്സേജ്, അതായത് നന്നായിട്ട് ആഴത്തിലേർപ്പെടുന്ന ഒരു മെസ്സേജ് ഈ പറഞ്ഞ പോയത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. അബൌട്ട് ദ എന്ത് മെസ്സേജാണത്? അബൌട്ട് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ദ ടൈം, നമ്മുടെ ടൈമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ ആ ഒരു ഫ്ലീറ്റിംഗ് നേച്ചറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ്, ത്രൂ ഹെർ മാസ്റ്റർഫുൾ യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇമേജറി, സിംബോസ്ക എൻകറേജസ് ദ റീഡേഴ്സ് ടു എംബ്രേസ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് അപ്രോച്ച് ദ ലൈഫ് വിത്ത് മൈൻഡ്ഫുൾനെസ് ആസ് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഓക്കെ, നമുക്കിവിടെ പറയുന്നത് ത്രൂ ഹെർ മാസ്റ്റർഫുൾ യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇമേജറി, അതായത് ഭയങ്കര നമ്മുടെ പോയറ്റിന് ചെറുതായിട്ടൊന്നും നമ്മൾ പൊക്കി പറയുകയാണ്. എന്താണ്? ത്രൂ ഹെർ മാസ്റ്റർഫുൾ യൂസ് ഓഫ് ലാംഗ്വേജ്, നമ്മുടെ പോയറ്റിൻ്റെ ഭയങ്കര മാസ്റ്റർഫുൾ ആയിട്ടുള്ള ആ ഒരു ലാംഗ്വേജിലൂടെ, ഭാഷയിലൂടെ, ഇമേജറി സാങ്കല്പികതയിലൂടെയെല്ലാം സിംബോസ്ക എൻകറേജസ്, സിംബോസ്ക എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു, അതായത് ഈ പറഞ്ഞ എൻകറേജ് ദ റീഡേഴ്സിനെ അല്ലെങ്കിൽ വായനക്കാരെ എൻകറേജ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു, അല്ലതല്ലാന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. ടു എംബ്രേസ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ മൊമെൻ്റ് എന്താണോ, ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താണോ അതിനെ എംബ്രേസ് ചെയ്യാനായിട്ട്, അതിനെ എന്താ പറയുക, ആലിംഗനം ചെയ്യാനായിട്ട്, ആൻഡ് അപ്രോച്ച് ദ ലൈഫ്, എന്നിട്ട് ലൈഫിനെ അല്ലെങ്കിൽ ജീവിതത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വിത്ത് മൈൻഡ്ഫുൾനെസ്, വളരെ നമ്മുടെ പൂർണ്ണമായ മനസ്സോട് കൂടിയിട്ട്. ആസ് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്, എന്ത് ഓർക്കണം എന്നാണ് പറയേണ്ടത്? ഒരു കാര്യം രണ്ടാമതൊരിക്കലും സംഭവിക്കില്ല. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്, രണ്ടാമത് സംഭവിക്കില്ല എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ആലിംഗനം ചെയ്യണം, എംബ്രേസ് ചെയ്യണം. എന്തോടുകൂടി? വിത്ത് മൈൻഡ്ഫുൾനെസ്, പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ നമ്മുടെ ലൈഫിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇത് ഇന്ന് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നും വിചാരിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം അതായിരിക്കാം നമ്മുടെ അടുത്ത ആ ഒരു സ്റ്റെപ്പിന് എന്താവുന്നത്? ബലമായിട്ട് മാറുന്നത്. അപ്പം എന്താണ്? ഈ പ്രസൻറ്റ് മൊമെൻറ്റിനെ നിങ്ങൾ എംബ്രേസ് ചെയ്യണം എന്നാണ് നമ്മുടെ കവയിത്രി പറയേണ്ടത്. ലാസ്റ്റ് വൺ, ഓക്കെ. ദ പോയം റിച്ച് വിത്ത് വിവിഡ് ഇമേജറി ആൻഡ് പ്രിസൈസ് ലാംഗ്വേജ്. നോക്കിയേ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയേണ്ടത്?
ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് ആണ് ട്വൈസ് ഇതുവരെയാണ് നമ്മുടെ പോയത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ വരുന്നത്. ഇനി അതിനുശേഷം ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി, അതുപോലെ തന്നെ വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, റൈമിംഗ് സ്കീം എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നോക്കിയാൽ ദ പോയം ഈസ് റിച്ച് വിത്ത് എ വിവിഡ് ഇമേജറി ആൻഡ് പ്രിസൈസ് ലാംഗ്വേജ്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള, അതിന് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലൂടെ, ഭാഷയിലൂടെ, ആൻഡ് വിവിഡ് ഇമേജറി, വളരെയധികം ഇമേജറി അല്ലെങ്കിൽ സാങ്കല്പികത ഇവിടെ കൊണ്ടുവന്നിട്ട്, റിച്ച് വിത്ത് വിവിഡ് ഇമേജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മുടെ പോയം എന്ന് പറയുന്നത് റിച്ചാണ്, സമ്പന്നമാണ്. എന്തുകൊണ്ട്? ദ വിവിഡ് ഇമേജറി, വിത്ത് വിവിഡ് ഇമേജറി, പലതരത്തിലുള്ള ഇമേജറി അല്ലെങ്കിൽ സാങ്കല്പികത ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രിസൈസ് ലാംഗ്വേജ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ദ റൈം സ്കീം ഈസ് ABAB. അപ്പോൾ നമ്മൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ റൈമിംഗ് സ്കീമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പോയാണ്, അതിൽ ഈ പോയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ ABAB എന്നാണ് റൈം സ്കീം എന്ന് പറയുന്നത്. The entire poem revolves around the metaphor nothing can ever happen twice. അതായത് ഒരു മെറ്റഫർ നമ്മുടെ കവിയത്രി ഇവിടെ പറയുന്നുണ്ട്, അതാണ് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെറ്റഫറിലൂടെയാണ് നമ്മുടെ പോയം മൊത്തം അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്, ഭ്രമണം നടത്തുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈപ്പർബോളിക് ഓൾസോ. ഇത് എന്തെന്ന് പറയുന്നതാണ്, ഹൈപ്പർബോൾ കൂടിയാണ്. അടുത്തത്, അലിറ്ററേഷൻ ഈസ് ബ്രില്യൻ്റ്ലി യൂസ്ഡ് ഇൻ ദ ലൈൻ നോ ടു നൈറ്റ്സ് വൈൽ നൈറ്റ്സ് റോസ് ക്ലോക്ക് ആർ വിഷ്വൽ ഇമേജസ്. അപ്പോൾ അലിറ്ററേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ അലിറ്ററേഷൻ ഇസ് ബ്രില്യൻ്റ്ലി യൂസ്ഡ് ഇൻ ദ ലൈൻ. അലിറ്ററേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നന്നായിട്ട് നോ ടു ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നോ ടു നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ അലിറ്ററേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ABCD ചൊല്ലിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ AEIOU ഇത്രയും സാധനങ്ങൾ വൊവൽസ് ആണ്. ബാക്കി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ കൺസണൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് B, C, D, E ഇല്ല, F, G ഇവരൊക്കെയാണ് നമ്മുടെ കൺസണൻറ്റ് സൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിൽ ഈ പറഞ്ഞ നമ്മുടെ കൺസണൻറ്റ് സൗണ്ടുകൾ ഒരേ ലൈനിൽ വീണ്ടും ആവർത്തിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അലിറ്ററേഷൻ എന്ന് പറയും. നോക്കിയേ, നമ്മുടെ നോ ടു നൈറ്റ്സ് നോക്കിയേ, നോ N ദെൻ ടു അതിൽ വരുന്നില്ല, നൈറ്റ്സ് നൈറ്റ്സ് ഓക്കെ. അപ്പോൾ നോ ടു നൈറ്റ്സ്, അപ്പോൾ ഈ ഒരു ആവർത്തനം അവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ അലിറ്ററേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വൈൽ അപ്പോൾ അതാണ് അലിറ്ററേഷൻ. ഇനി വിഷ്വൽ ഇമേജസ് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ റോസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇമേജറി എന്ന് ഉദ്ദേശിക്കുന്നത് സാങ്കല്പികതയാണ്. വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത് എന്താണ്, സാങ്കല്പികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വിഷ്വൽ ഇമേജസ് എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്ന ഇമേജസ്. ഇപ്പോൾ റോസ് എന്ന് പെട്ടെന്ന് പറയുന്ന റോസാപ്പൂ നമുക്ക് ഓർമ്മ വരും. അതേപോലെ അതിനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൽ ഇല്ല കേട്ടോ, നൈറ്റ്സ്, റോസ്, ക്ലോക്ക് ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പോയത്തിൻ്റെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്രിസിയേഷൻ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും, നല്ലപോലെ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു 4 ലൈൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ 4 ലൈൻസിൻ്റെ അർത്ഥവും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പോയം വായിക്കുന്നു, ദെൻ അതിന് ശേഷം നമ്മൾ അപ്രിസിയേഷൻ നല്ല പോലെ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് അല്ലെങ്കിൽ വേണ്ട, പഠിച്ചതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് പോയം വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ ഒന്ന് കാര്യങ്ങൾ കത്തും. എവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ അപ്രിസിയേഷനിലുള്ള ഇന്ന ലൈൻ ഈ പോയത്തിൽ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ നത്തിങ് ട്വൈസ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് എക്സാമിൻ്റെ പോർഷൻസ് നമ്മൾ ഈ പറഞ്ഞ ചാനലിലിടും. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക. താങ്ക് യു.